ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുക. അമ്മയ്ക്ക് ഒന്നും വയ്യ. ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള ഓട്ടത്തിലാണ്. എനിക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. എന്റെ വീടിന്റെ ചെട്ടിയാണ്. അപ്പൊ എനിക്ക് പൈസ അടയ്ക്കാനായിട്ട് ഇപ്പൊ ബാങ്കിലേക്ക് വരാൻ പറ്റില്ല. ഞാൻ ചെക്ക് തരാം. ഞാൻ പൈസ കൊണ്ടുവന്ന് ബാങ്കിൽ അടക്കണം കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയി, അമ്മനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ പൈസ കൊണ്ടുപോയി അടക്കണം കേട്ടോ. ഓക്കെ, ശരി. പറയടാ. എനിക്കറിവ് ഓർമ്മയുണ്ടാ. അതേപോലെ ഞാൻ വിളിച്ചത് നിനക്ക് മറവിയുള്ളതിൽ അതാണ് ഞാൻ എന്നെ വീണ്ടും വിളിച്ച് പറഞ്ഞു കേട്ടാ. മറക്കരുതിട്ടാ. ഓക്കേടാ. താക്കോല്
ഹലോ ആ ആ ഞാൻ കണ്ടു എടാ 10 മണിക്ക് മുമ്പായിട്ട് ബാങ്കിൽ കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ അകത്തുണ്ട് ചെക്ക്, മറക്കരുത്. നീ പ്രത്യേകം പറയണത്, ഇതിനകത്ത് ചെക്ക് ഉണ്ട്, മറക്കരുത്. 10 മണിക്ക് മുമ്പായിട്ട് കൊടുക്കണം കേട്ടോ. പറഞ്ഞതാണ് ഞാൻ കേട്ടോ. മരപ്പെട്ടാക്കി സോഡ പൊട്ടിച്ചിട്ട് കുറേ നേരം അതിന്റെ ഗ്യാസൊക്കെ പോയിട്ടുണ്ടാവില്ല. നീ എന്തിനു നടക്കുകയാണെന്ന് കുടുംബത്തിനും വേണ്ട, നാട്ടുകാർക്കും വേണ്ട. ഭൂമിക്ക് ഭാരമായിട്ടൊക്കെ നീക്ക് എന്തിനു ജീവിക്കണം? ചേട്ടാ ചേട്ടനറിയാലോ അതിന് ഓർമ്മ കുറവാണ്. ചേട്ടാ ഞാൻ സോഡ ചോദിച്ചാ? ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ അവന് ഓർമ്മക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിന്നെ വെറുതെ അല്ലടാ വീട്ടുകാരും നാട്ടുകാരും കുറ്റം പറയണേ. അവിടെ നിനക്ക് വൈകി വീട്ടിൽ പോയി ബാക്കിയുള്ളവരും മക്കട്ട് കയറാണ്ട് നട്ടങ്ങാനായിട്ട്. മരപ്പെട്ടെ മന്നപ്പറ്റി മറവിയ പുണ്ണി. ഹലോ ഹലോ, ഞാൻ ബാങ്കിൽ നിന്നാണ്. നിങ്ങളുടെ ജപ്തി ഒഴിവാക്കാനായിട്ട് ക്യാഷ് അടച്ചായിരുന്നു സാറേ. ബാങ്കിൽ രാവിലെ അപ്പുണ്ണെടുത്ത് കാശ് കൊടുത്ത് വിട്ടതാണല്ലോ. രാവിലെ 9 മണിയായപ്പോ ഞാൻ അവന്റെ ചെക്ക് കൊടുത്ത് വിട്ടാണ് സാറേ. അവൻ വന്നില്ലേ? ഏതപ്പുണ്ണിയോടോ കൃത്യമായിട്ട് നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ കമ്മിറ്റിക്കാരെയും സ്വന്തക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ഈ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് ഇത് ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു പ്രശ്നമായതുകൊണ്ടാണ്. ഇനിയിപ്പോ നിങ്ങൾ ക്യാഷ് അടക്കണ്ട. അങ്ങനെ പറയില്ലേ സാറേ. ഹലോ 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 പറഞ്ഞാലും കേൾക്കൂല. ഹലോ എടാ പുണ്ണി, നീ എവിടെയാണ്? എടാ നീ എന്ത് പണിയാണ് കാണിച്ചത്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ 10 മണിക്ക് മുമ്പ് പൈസ ബാങ്കിൽ കൊണ്ട് അടക്കണമെന്ന്. ഇപ്പൊ എന്റെ വീട് ഒരു ജപ്തി ചെയ്യാൻ പോയല്ലേ? നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? നിനക്ക് ഓർമ്മക്കുറവുള്ളത് കൊണ്ടല്ലേ നിന്റെ അടുത്ത് ഞാൻ 3-4 പ്രാവശ്യം പറഞ്ഞത് നീ ആ പൈസ കൊണ്ട് അടക്കണം, മറക്കല്ലേ മറക്കല്ലേ എന്ന് പറഞ്ഞത്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? എടാ ഓർമ്മക്കുറവിന് നീക്ക് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇടങ്ങേറുണ്ടാക്കാനായിട്ട് ഇത് പോയി ചത്തൂറ. പോയി ചാവടാ.
എന്തിനു നടക്കാണ്? കുടുംബത്തിന് വേണ്ട, നാട്ടുകാർക്കും വേണ്ട. ഭൂമിക്ക് ഭാരമായിട്ട് നീ എന്തിനും ജീവിക്കണം. നിന്നെ വെറുതെ വീട്ടുകാരും നാട്ടുകാരും കുറ്റം പറയണം. അവിടെ നിന്ന് വീട്ടിൽ പോയി ബാക്കിയുള്ള പക്കട്ടുകാരാണ്ട് നാട്ടങ്ങാനായിട്ട് വെറുതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇടയ്ക്കിടക്കാനായിട്ട് പോയി ചത്തു പോയി ചാ മറവയ പുണ്ണി മറവയ പുണ്ണി ചില ജീവിതം ഇങ്ങനെയാണ് സമൂഹം ഒന്നും മനസ്സിലാക്കാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടേ